ഇന്നത്തെ വീഡിയോ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഹൽവ റെസിപ്പിയാണ്. 3 ചേരുവ കൊണ്ട് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം. ഇതിനായി ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1 കപ്പ് റാഗി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ കട്ടകളൊന്നുമില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇത്. നല്ലതുപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കട്ടകളെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം അടുപ്പിൽ വെച്ച് കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. റാഗി പെട്ടെന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ വേണ്ടി. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിലേക്ക് 2 ഏലക്കയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലതുപോലെ ആ വെള്ളം വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ശർക്കര പാനി ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും ഒരുമിച്ച് വേണം ചെയ്തെടുക്കാൻ വേണ്ടി. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് ആയതുകൊണ്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 1 കപ്പ് ശർക്കര പൊടിയിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നേരത്തെ തന്നെ നമ്മൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ അത്ര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇത് ഒരുമിച്ച് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു ശർക്കര പാനി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു റാഗിയിലേക്ക് ചൂടോട് കൂടി തന്നെ അരിച്ച് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരരിപ്പ് വെച്ച് അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. കാരണം ചിലപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മണ്ണോ അങ്ങനെ തരി പോലെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ റാഗിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയോ അല്ലെങ്കിൽ കോൺഫ്ലവറൊക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. പക്ഷെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് റാഗി പൗഡർ വെച്ച് ചെയ്യാവുന്നതാണ്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ ഈ ഒരു ടൈമിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കൈയെടുക്കാതെ തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്നതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അതുവരേക്കും നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ വേണ്ടി, ഹൈ ഫ്ലെയിമിൽ ഇടരുത്. ഇപ്പോൾ പാനിൽ നിന്ന് നല്ലതുപോലെ വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് ചൂടോട് കൂടി തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയുള്ളൊരു മോൾഡാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് അല്പം നെയ്യ് തടവി കൊടുക്കുന്നുണ്ട്. ആ ഒരു വശങ്ങളിലും താഴെയൊക്കെ ആയിട്ട് നല്ലതുപോലെ തന്നെ നെയ്യൊന്ന് തടവി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലതുപോലെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബദാം ഒന്ന് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചൂടോട് കൂടി തന്നെ നമ്മൾ മാറ്റി വെച്ച ആ ഒരു റാഗി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ പ്രസ് ചെയ്ത് ലെവലാക്കി ഒന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ 4 വശവും നല്ലതുപോലെ ഒന്ന് ലെവലാക്കി എടുക്കുന്നുണ്ട്. ആ ഒരു സ്പാറ്റുല വെച്ച് നല്ലതുപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. എല്ലാ വശവും ഒരുപോലെ തന്നെ ഷേപ്പാക്കി എടുക്കാം. അത് നല്ലതുപോലെ സ്പാറ്റുല വെച്ചൊന്ന് അമർത്തി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിത് സെറ്റ് ആവാൻ വേണ്ടി 1/2 മണിക്കൂറോളം ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. ഫ്രീസറിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമ്മൾ പുറത്ത് റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതി. ആ ഒരു തണുപ്പ് മാറി കഴിയുമ്പോൾ തന്നെ നല്ലതുപോലെ സെറ്റായി കിട്ടും കേട്ടോ. അപ്പം ഞാനിവിടെ 1/2 മണിക്കൂറോളമാണ് സെറ്റാക്കാൻ വെച്ചത്. പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും. എന്നാൽ ആ ഒരു വശങ്ങൾ ഞാനൊന്ന് സ്പാറ്റുല വെച്ചൊന്ന് വിടിവിക്കുന്നുണ്ട്. ഇനി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല ഷേപ്പിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്.
അപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. റാഗിയാണെന്ന് പറയത്തേ ഇല്ല, അത്രയ്ക്കും ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിരുന്നു. എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. ഇതുപോലെ റാഗി വെച്ചിട്ടുള്ളതും അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ളതുമായിട്ടുള്ള കുറേ റെസിപ്പികൾ എൻ്റെ ചാനലിലുണ്ട്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.